സുരാജ് എന്നാണ്. ഗവൺമെന്റ് മേഖലയിൽ ഒരു അധ്യാപകൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെയാണ് എനിക്ക് ഈ അവസരം കിട്ടിയിട്ടുള്ളത്, ഈ അവസരം ഏറ്റെടുത്തത്. ഒരു അഡീഷണൽ ഇൻകം ആഗ്രഹിച്ച് തന്നെയാണ് ഞാനും എല്ലാവരും വന്നതുപോലെ തന്നെ ഞാനും ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. നിലവില് ജോലിയുണ്ട്, അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാലും സ്വപ്നങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ഡ്രീംസിനനുസരിച്ച് എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ ജോലി മാത്രം പോരാ, അല്ലെങ്കിൽ ആ ഒരു വരുമാനം മാത്രം പോരാ എന്ന ഒരു ആഗ്രഹത്തിലും അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം കുറെ ആളുകള് നമ്മളോടൊപ്പം ഉണ്ടാവുകയാണെങ്കിലും വളരെ എന്താ പറയാ അതിന്റെ ഒരു സാധ്യതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഇൻഡസ്ട്രി, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഞാനും ഇതിന്റെ പാരന്റ് കമ്പനിയിൽ, ഇപ്പൊ നിങ്ങൾക്ക് ലീഡർ ആയിട്ടുള്ള അനിൽകുമാർ സാറ് ഒക്കെ ഇതിന്റെ പാരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്നേരം ആ സമയം മുതലേ പരിചയമുണ്ട് ഇവരൊക്കെ എല്ലാം. ഇതിന്റെ പാരന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2011 വരെ. 2009 ശരിക്കും ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നും ആഴ്ച വരുമാനം ആണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം. ഒരു ആഴ്ച വരുമാനം 15,000 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2011 കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ തന്നെ ബാൻ ചെയ്യുന്നത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ. പക്ഷെ എനിക്കത് പ്രശ്നമൊന്നും ഉണ്ടായില്ല, നിലവിൽ ജോലിയുള്ളവരും കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും ഈ കൺസെപ്റ്റ് കേരളത്തിൽ ബാൻ ചെയ്ത സമയത്ത് മറ്റു പുറം ജില്ലകളിൽ, തമിഴ്നാട്ടിലും ഒക്കെ ഇത് ഒരേപോലെ തന്നെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കോയമ്പത്തൂർ പോയിട്ട് അവിടെ ഒരു ടീം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇവിടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സൊക്കെ തന്നെ പരിപാടികൾ നിർത്തിയ സമയത്ത് ആണ് ഇത് പൂർണ്ണമായിട്ടും നിന്നുപോയത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ ഈ അവസരത്തിന്റെ ഗുണം മനസ്സിലാക്കുകയും ഇതിന്റെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ സമയത്ത് ഡയറക്ട് സെല്ലിംഗ് എന്ന കൺസെപ്റ്റിനെ പറ്റി വ്യക്തമായ ബോധ്യം ഉണ്ടാവുകയും ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഈ മേഖല തിരിച്ചു വരാൻ വേണ്ടി കാത്തിരുന്നയാളായിരുന്നു ഞാൻ. തൊഴിലാളി സംഘടന രൂപീകരിക്കുന്ന, ബെല്ലി സാറൊക്കെ തൊഴിലാളി സംഘടനയൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് അതിന്റെ രൂപീകരണ യോഗങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും ഇതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്തിരുന്നു. ധർമ്മ കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും എല്ലാ മീറ്റിങ്ങുകൾക്കും പോവുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ 2015 വീണ്ടും ഇവിടെ ഡയറക്ട് സെല്ലിംഗ് നമ്മുടെ കമ്പനി വർക്ക് ആരംഭിച്ച സമയത്ത്, പക്ഷെ ഇതിനു മുമ്പ് പല പല കമ്പനികളും, അല്ലെങ്കിൽ അത് ചെയ്ത സമയത്ത് മറ്റു പല കമ്പനികളും നമ്മളോട് സമീപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടും, പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് വ്യക്തമായ, ഡയറക്ട് സെല്ലിംഗ് യഥാർത്ഥത്തിൽ എന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടായത് കൊണ്ട് ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്പനി എന്നും മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ധനീഷ് മാധവൻ സാറ് ഒക്കെ അന്ന് ഞങ്ങളുടെ മെന്റർ ആയിരുന്നു, ഞങ്ങളുടെ ലീഡർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ വീണ്ടും ഒരു കുറെ കാലം കാത്തിരുന്ന ശേഷം 2018 മുതലാണ് ഞാൻ എന്ത് ചെയ്തത്, ഇതിൽ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സീരിയസ് ആയിട്ട് ബിസിനസ്സിലേക്ക് മൈ ലൈഫ് സ്റ്റൈൽ ഏറ്റെടുത്ത് തുടങ്ങിയത്. അതും വളരെ പാർട്ട് ടൈം ആയിട്ടാണ്, സീരിയസ് ആണെങ്കിലും വളരെ പാർട്ട് ടൈം ആയിട്ടാണ്. അപ്പൊ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അനിൽ സാർ പറഞ്ഞു, പാർട്ട് ടൈം ആയി ബിസിനസ് ചെയ്തുകൊണ്ട് RTC റാങ്ക് വരെ എത്തിയെന്നുള്ളത്, അത് നിങ്ങൾ ഒരിക്കലും, പുതിയ തുടക്കക്കാർ ഒരിക്കലും അതിനെ ഒരു എന്തായി കാണരുതെന്ന് എനിക്ക് പറയുന്നത്, ഒരു നേട്ടമായി കാണരുത് എന്നാ എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയേ അല്ല ഡയറക്ട് സെല്ലിംഗ്, മൈ ലൈഫ് സ്റ്റൈൽ. ഡയറക്ട് സെല്ലിംഗ് വേറെ കമ്പനികൾ പാർട്ട് ടൈം ആയി ചെയ്തോളൂ, പക്ഷെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പാർട്ട് ടൈം ആയി ചെയ്യേണ്ട ഇൻഡസ്ട്രി അല്ല. കാരണം എന്താ, എന്തിനാ നമ്മൾ പാർട്ട് ടൈം ആയി ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചെയ്തത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ 5 വർഷത്തോളം ഞാൻ പാർട്ട് ടൈമാണ് ചെയ്യുന്നത്. 5 വർഷത്തോളം പാർട്ട് ടൈം ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ആ 5 വർഷം എനിക്ക് ഗ്രേറ്റ് ലോസ് ആണ്. പക്ഷെ എനിക്ക് ഒരു ഏകദേശം 67,300 രൂപ മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ആളായിരുന്നു ഞാൻ.
പക്ഷെ അത് നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്നോ അല്ലെങ്കിൽ ആ കിട്ടുന്ന എന്താ അതിന് വേണ്ടിയിട്ടാണോ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത്. അത് ടീച്ചിങ് എൻ്റെ ഒരു പാഷൻ ആയതിന്റെ പേരിൽ ആണ് അതിൽ പിടിച്ചിരുന്നത്. പിന്നെ വേറൊരു കാര്യം, പാർട്ട് ടൈം ആയും ഈ ഇൻഡസ്ട്രി ചെയ്യാമെന്നുള്ളതാണ്. കാരണം ഞാൻ ചെയ്തത് അതിരാവിലെ ഒരു 6 മണിക്ക് എഴുന്നേൽക്കുക, അന്ന് ഈ മോർണിംഗ് മീറ്റ് ഇല്ല. ഇപ്പോൾ അധികം ആൾക്കാരും 6 മണിക്ക് എഴുന്നേറ്റിട്ട് 7 മണി വരെ മോർണിംഗ് മീറ്റിലിരിക്കും. 7 മണി കഴിഞ്ഞാൽ ചായ കുടിച്ച് അതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലെങ്കിൽ പിന്നെ 10 മണി ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ചെയ്യുന്ന ഇൻഡസ്ട്രി അല്ല. ഞാൻ അന്ന് ഒരു 6 മണിക്ക് എഴുന്നേൽക്കും, 6:30 6:45 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഒരു 8:45 9 മണി വരെ ഞാൻ ഫീൽഡ് വർക്ക് ചെയ്ത് അതിനുശേഷം ഞാൻ സ്കൂളിലേക്ക് എത്തും. സ്കൂളിൽ നിന്ന് ആണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. പിന്നെ സ്കൂൾ എത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം വീട്ടിൽ വന്ന് ഫ്രഷ് ആയ ശേഷം വീണ്ടും ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. വീണ്ടും ഒരു 10 മണി വരെയെങ്കിലും മിനിമം ഞാൻ ഫീൽഡിൽ ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞെങ്കിൽ ഒരു ജോലിക്കാരൻ ചെയ്യുന്ന അതേ അവസ്ഥയിൽ തന്നെ ആ ടൈം രാവിലെയും വൈകുന്നേരമായിട്ട് ഇതിന് സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്ത് ഒരു STC ഒരു RTC റാങ്കിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. പാർട്ട് ടൈം ആണെങ്കിൽ പോലും ഫുൾ ടൈമിന്റെ ടൈം അവിടെ ഇൻവെസ്റ്റ്. ഫുൾ ടൈമിന്റെ ടൈം എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ബാക്കി സമയം കൂടി ഇൻവെസ്റ്റ് ചെയ്യായിരുന്നെങ്കിൽ ഇതിനും കൂടി വലിയ ഗ്രോത്ത് ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തത് കൊണ്ടുള്ള ദോഷം ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഇൻഡസ്ട്രി പറഞ്ഞു ചെയ്യേണ്ട ഇൻഡസ്ട്രി അല്ല, ചെയ്ത് കാണിച്ച് ചെയ്യേണ്ട ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി പറഞ്ഞു ചെയ്യേണ്ട ഇൻഡസ്ട്രി അല്ല, ഇത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ട ഇൻഡസ്ട്രി അല്ല, ചെയ്ത് കാണിച്ചിട്ട് ചെയ്യേണ്ട ഇൻഡസ്ട്രിയാണ്. പീപ്പിൾ ആൾവേസ് ഡു വാട്ട് യു ഡു, നോട്ട് വാട്ട് യു സേ എന്ന് പറയാറുണ്ട്. ആൾക്കാർ എപ്പോഴും നിങ്ങൾ പറയുന്നതല്ല ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നതാണ് ചെയ്യുക എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളെ അസോസിയേറ്റ്സിനോട് ടീമിനോട് പറയുന്ന കാര്യങ്ങളല്ല അവര് ഏറ്റെടുക്കുക, അവർ നമ്മൾ ചെയ്യുന്നത് നോക്കിയ. അപ്പോ എനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ പാർട്ട് ടൈം ചെയ്തത് കൊണ്ട് എന്റെ ടീമിലുള്ള ആളുകൾ, ഞാൻ പറഞ്ഞിട്ട് എന്നോടൊപ്പം വന്ന ആളുകൾ, അസോസിയേറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഒരു ധാരണ വന്നത് ഇത് പാർട്ട് ടൈം ചെയ്താൽ മതി എന്നുള്ള. ഫുൾ ടൈം ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ ഏറ്റവും വേഗതയിൽ സക്സസ് ഉണ്ടാവൂ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു സൈക്കോളജി ഉണ്ട് ഇതിന്റെ പിന്നിൽ, ഈ പറഞ്ഞ സൈക്കോളജിയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പിന്നെ സീരിയസ് ആയി ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മളോടൊപ്പം സീരിയസ് ആയ ആൾക്കാർ ചെയ്യാനുണ്ടാവും. മറ്റ് ഇതിനേക്കാൾ പ്രാധാന്യം ജോലിക്ക് നമ്മൾ എടുക്കുന്നെങ്കിൽ അവരും അതേപോലെ തന്നെ ചെയ്യും. അപ്പോ ഞാൻ ശരിക്കും അത്രയും സമയം നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ്. നഷ്ടപ്പെട്ടു പോയില്ല. ഈ നഷ്ടം ഇനി എന്റെ അസോസിയേറ്റ്സിൽ ഉണ്ടാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ടീമിന് ഉണ്ടാവുന്ന പറയുന്നത്. തുടക്ക സമയത്ത് ഇത്രയൊന്നും ഉൽപ്പന്നങ്ങളില്ല ആ സമയത്തൊന്നും. ഇപ്പോ 25ഓളം ആയുഷ് പ്രീമിയം മാർക്കുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോ ഇങ്ങനെ പാർട്ട് ടൈം ചെയ്തിട്ട് പോലും RTC എന്ന റീജിയണൽ ടീം കോർഡിനേറ്റർ എന്നുള്ള റാങ്കിൽ എത്താൻ പറ്റിയെങ്കിൽ, ഫുൾ ടൈം ആയിരുന്നു ചെയ്തതെങ്കിൽ ഏത് റാങ്കിൽ എത്തുമായിരുന്നു? ഇത്ര സീരിയസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് റാങ്കിൽ എത്തിയായിരുന്നു? അതിനെക്കൂടെ എത്രയോ ITC WTC ഒക്കെ എത്തുന്ന സമയമാണ് വേസ്റ്റ് ആയി കളഞ്ഞെന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ ചെറിയൊരു പിന്നെ എന്താ പറയാ ചെറിയ ഇൻകങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായും ഇവിടെ ആ ആഴ്ച വരുമാനം അവരുടെ കിട്ടുന്ന മന്ത്ലി ഇൻകത്തിനോട് ഒപ്പം എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പറ്റുമെന്നുള്ള പറ്റിക്കഴിഞ്ഞാൽ എങ്കിലും മിനിമം എന്ത് ചെയ്യണം എന്നുള്ളതാണ്, ഫുൾ ടൈം ആയിട്ട് സീരിയസ് ആയിട്ട് എടുക്കണം എനിക്ക് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്. അങ്ങനെ ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം കമ്പനി നമ്മൾ എത്തിപ്പെട്ടത് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാരും എത്തിപ്പെട്ടു. ഞാൻ കൂടുതലായിട്ട് ഇവിടെ സീരിയസ് ആയി ചെയ്യുന്ന ഏകദേശം ഒരു സാർ എത്ര പേരുണ്ട്? 100-ലധികം ആൾക്കാരുണ്ട് തോന്നുന്നു അല്ലേ? 100ഓളം ആൾക്കാരുണ്ട്. സീരിയസ് ആയി ചെയ്യുന്ന 100 ആളുകളുണ്ട്. ഏറ്റവും ഗ്രേറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യാണ്, ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുകയാണ്. കാരണം സീരിയസ് ആയി ഇത്രയും രാവിലെ തന്നെ മഴയത്ത് നല്ല സുഖമാണ് പുറത്ത് കിടന്നുറങ്ങാൻ. അത് ചെയ്യാതെ ഇവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡ്രീം ഉള്ളത് കൊണ്ട് തന്നെയാണ്, ഇവിടെ ഇതിനോടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ്, കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഇവിടെ സക്സസ് ആവാൻ വേണ്ട കാര്യങ്ങളെ പറ്റി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എങ്ങനെ ചെയ്തു, ഞാൻ ഫുൾ ടൈം ചെയ്യുന്നത് പോലെ ഫീൽഡിൽ ഇറങ്ങി അത്രയും ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ചത് കൊണ്ടാണ് എനിക്ക് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്നുള്ളതെങ്കിലും ഇനിയിപ്പോ അതിപ്പോ ഞാൻ ടച്ചിങ് NTC യിലേക്ക് കുറച്ച് വോളിയം കൂടിയുള്ളൂ.
NTC നാഷണൽ ടീം കോർഡിനേറ്റർ. നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. ഇന്നലെ മെന്നാന്ന് 2 ദിവസം മുമ്പേ പ്രവീൺ സാർ ഡയറക്റ്റ് വിളിച്ചിട്ടുള്ള നാഷണൽ NTC അബൌട്ട് ലീഡേഴ്സ് മീറ്റ് ഇപ്പൊ മുംബൈയിൽ നടക്കുക. നമ്മുടെ ടീമിലെ ലീഡേഴ്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അവർ വന്നു കഴിഞ്ഞാൽ അറിയാം പുതിയ അനൗൺസ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോ അത്രയും വലിയ ഒരു റാങ്കിൽ വരെ ആ റാങ്കിലേക്ക് എത്താൻ ഇങ്ങനെ ചെറിയ എഫേർട്ട് ഇട്ടിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം എഫേർട്ട് ഇട്ടാണ് ഇത്ര സാധിക്കായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഒരു സിസ്റ്റം നിലവിലുണ്ട്. അപ്പൊ സിസ്റ്റത്തിന്റെ ഈ സക്സസ് ആവാനുള്ള സിസ്റ്റത്തിന്റെ ഏറ്റവും ആദ്യത്തെ പടിയാണ് ഈ ടീം നടത്തുന്ന ഈ കിക്ക് സ്റ്റാർട്ട് മോർണിംഗ്. 100 ആള് ഒരേ ടൈമിൽ 100 പേരെയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ പഠിച്ചെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ഈ മേഖലയിൽ പഠിച്ച് വിജയിക്കുന്ന നമ്മൾ പറയും ഇതിൽ വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല, അക്കാദമിക് ക്വാളിഫിക്കേഷൻ വേണില്ല, പക്ഷെ പഠനം ഇവിടെ അനിവാര്യമാണ്. കാരണം ഈ കമ്പനിയെ പറ്റി പഠിക്കണം, പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കണം, ഈ സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. അങ്ങനെ ഒരുപാട് നോളജുകൾ നമുക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ നല്ലൊരു പെർഫോമർ ആവാൻ പഠിക്കണം. അതൊക്കെ പഠിക്കാനുള്ള, സംസാരിക്കാനും പഠിക്കണം. സംസാരിക്കാനൊക്കെ പഠിക്കാനുള്ള ഒരു വേദിയാണ് നമുക്ക് ഇവിടെ വീട്ടമ്മമാര് ഇപ്പൊ കിച്ചണിൽ ഇരുന്ന് കൊണ്ടും അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടും ഇത് കേൾക്കുന്നുണ്ടാവും. ഇങ്ങനെ കേട്ട് ആണ് പറയാൻ പഠിക്കാന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം നമ്മൾ അധിക ട്രെയിനിങ്ങുകളും പറയുന്നതാണ്. നിങ്ങൾ ഒരു പക്ഷേ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അത് ഒരു ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ഓഫീസർ ഒരു ചായക്കടയില് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ സമയത്ത് അതിന്റെ പുറകെ ഒരു മധ്യവയസ്കനായിട്ട് ഒരാളിങ്ങനെ കുറെ സ്വയം എന്താ പറയാ കുറെ കാര്യങ്ങൾ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാൾ ഒരു നിരാശയുള്ളതാണ്. അപ്പൊ ഇത് ഇയാൾ കേട്ട സമയത്ത് ഇയാളെ അടുത്തേക്ക് പോയി, ഈ മധ്യവയസ്കരുടെ അടുത്തേക്ക് പോയിട്ട് അഡ്വൈസർ ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം? അപ്പൊ അയാളുടെ ജീവിതത്തിലെ ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പൊ ആത്മഹത്യ ചെയ്യാനാണ് ഇപ്പൊ തോന്നുന്നത് എന്ന രീതിയിലൊക്കെ പറഞ്ഞു. അന്നേരം സമയത്ത് ഈ ഡെവലപ്മെന്റ് ഓഫീസർ, ഇൻഷുറൻസ് ഡെവലപ്മെന്റ് ഓഫീസർ, ഞാൻ നിങ്ങൾക്ക് ഒരു ജോലി തരട്ടെ, ജോലി തന്നാൽ നിങ്ങൾ അത് ഏറ്റെടുക്കും, നല്ല വരുമാനം കിട്ടുന്ന ജോലിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല, അങ്ങനെ വലിയ കഴിവും കാര്യങ്ങളൊന്നുമില്ല, അതൊന്നും ഇതിന് വിദ്യാഭ്യാസം ഒന്നും വേണ്ട, നാളെ രാവിലെ കുളിച്ച് നല്ല ഡ്രസ് കോഡിൽ നല്ല ഡ്രസ്സിൽ എന്റെ ഓഫീസിലേക്ക് വരും എന്ന് അയാൾ ഡ്രസ്സും കാര്യം കൊടുത്തു പോയി. പിറ്റേന്ന് രാവിലെ ഇയാൾക്കൊരു പ്രതീക്ഷയായി. ഇയാൾ അവിടെ വന്നു. അയാൾ വന്നപ്പോ ഇയാൾ ചെയ്തത് എന്താ വെച്ചാൽ, ഡെവലപ്മെന്റ് ഓഫീസർ പറഞ്ഞു, ഒരു പോളിസിയെ പറ്റി വ്യക്തമായ ആളെ ഇരുത്തി പറഞ്ഞ് പഠിപ്പിച്ചു. ഒരു പോളിസിനെ പറ്റി വ്യക്തമായി ഇരുന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് പോയിട്ട് 20 വീടുകളിൽ പോയി പറയാൻ പറഞ്ഞു. 20 വീടുകളിൽ പോയി പറഞ്ഞിട്ട് 20 ആളോട് നോ വാങ്ങി വന്നാൽ ശമ്പളം തരും, വരുമാനമുണ്ട്. 20 ആളോടും നോ വാങ്ങി വരാണ്. ഇയാൾ പോളിസി എടുക്കണ്ട, നോ വാങ്ങി വന്നാൽ മതി, വരുമാനം കിട്ടും. നോ കിട്ടിയില്ല നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 30 ദിവസം ജോലി ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരു മാസം കൂടുമ്പോൾ ശമ്പളം കിട്ടുന്നതാണ്. അപ്പൊ ഇയാൾ അങ്ങനെ പോയി, ഇയാൾ പഠിച്ചു, പറഞ്ഞു, നോ പറഞ്ഞു. ആദ്യത്തെ വീട്ടിൽ പോയി അവര് നോ പറഞ്ഞു, രണ്ടാമത്തെ വീട്ടിൽ പോയി നോ പറഞ്ഞു. അങ്ങനെ 19ാമത്തെ വീട്ടിലെത്തിയ സമയത്ത് അപ്പോഴത്തേക്ക് 10-15ാമത്തെ വീട്ടിലൊക്കെ ഇയാൾ പറയാൻ തുടങ്ങിയപ്പോ ഇയാൾ പറയുന്നത് കുറച്ച് നല്ല സ്ട്രോങ് ആവാൻ, നല്ല പെർഫെക്റ്റ് ആവാൻ തുടങ്ങി. 19ാമത്തെ വീട്ടിൽ നിന്ന് യെസ് പറഞ്ഞു, ആ പോളിസി വേണം എനിക്ക് പറഞ്ഞു. ഇയാൾ ആകെ ഡെസ്പായി, നിരാശനായി. അയ്യോ ഇയാൾക്ക് പൈസ ഇട്ടില്ലല്ലോ അന്നത്തെ വരുമാനം പോയല്ലോ. അങ്ങനെ അയാൾ തിരിച്ചു പോയി. 20ാമത്തെ അയാൾ പോയില്ല. പിന്നീട് 2ാമത്തെ ദിവസവും വീണ്ടും അയാൾ ഇറങ്ങി. 2ാമത്തെ ദിവസം 15ാമത്തെ വീടെത്തുമ്പോഴത്തേക്ക് എന്തായി, ആ പോളിസി വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ ദിവസം പോകുന്നതിനും 14ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പോളിസി ഇട്ടു, അല്ലെങ്കിൽ ചില 13ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ജോലി ഇട്ടു. അങ്ങനെ രീതിയിൽ ജോലിയല്ല, പോളിസി വേണമെന്ന് യെസ് പറഞ്ഞ ആളും ഇയാൾക്ക് നോ കിട്ടുന്നില്ല. അങ്ങനെ 30 ദിവസം പോയിട്ട് ഇയാൾക്ക് എന്ത് കിട്ടിയില്ല, ഒരു നോ ഇല്ല. അപ്പൊ ഇയാൾ ആകെ നിരാശനായി. ഇയാളോട് പറഞ്ഞു, സാറേ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, എനിക്ക് ശമ്പളം ഒന്നുമില്ലല്ലോ, വരുമാനം ഇല്ലല്ലോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു പോവുക. 30 ദിവസം പോയിട്ട് ഒരു ശമ്പളത്തിന് അർഹതയില്ലല്ലോ. ഇയാളോട് പറഞ്ഞെന്താ, ഒരു ദിവസം 20 വീട്ടിൽ പോയിട്ട് നോ വാങ്ങിക്കൊണ്ടുവരാ പറയുന്നത്. നോ അങ്ങനെ പറഞ്ഞത്, നോ ഇയാൾക്ക് കിട്ടുന്നില്ല, 20 ആൾക്ക് നോ കിട്ടുന്നില്ല. ഓട്ടോമാറ്റിക് ഇയാൾ തിരിച്ചു പോകുന്ന ഇയാൾ പറയാണ്, ഡെവലപ്മെന്റ് ഓഫീസറെ പോകാൻ വരട്ടെ,
നിങ്ങൾ പിന്നെ കുറച്ച് പോളിസി ഒക്കെ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, അതിന്റെ കമ്മീഷൻ ഏകദേശം ഒരു 3-4 ലക്ഷം റുപ്യ ഉണ്ടാവുന്നു. അത് വാങ്ങിയിട്ട് പോയിക്കോളിന്. ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? തുടക്കത്തിൽ നമ്മൾ പ്ലാൻ പറയുമ്പോൾ 10 ആളോടോ 20 ആളോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം 50 ആളോട് പറഞ്ഞാൽ നോ പറഞ്ഞാലും 51ാമത് യേസ് പറയും. എന്താ കാര്യം? മറ്റവർക്ക് ബോധം വരുന്നതല്ല, നമ്മൾ പെർഫെക്റ്റ് ആകുന്നതാണ്. നമ്മൾ പറഞ്ഞ് നമ്മൾ പെർഫെക്റ്റ് ആകുമ്പോൾ നമ്മളെ വാക്കുകൾക്ക് മൂർച്ച കൂടും, നമ്മളുടെ വ്യക്തത കൂടും, നമ്മൾ പറയുന്ന പ്ലാൻ വ്യക്തത കൂടും. പ്ലാൻ പറയാൻ പ്രാക്ടീസ് ചെയ്ത ആൾക്കാർ, പറഞ്ഞ് പഠിച്ച ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പിൽ പോയിട്ട് നിന്ന് 5-10 ആളെടുത്ത് അല്ലെ 10-25 ആളെടുത്ത് നിന്ന് പ്ലാൻ പറഞ്ഞ് പഠിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇതിൽ, ഈ ഗ്രൂപ്പിൽ? അത് ചെയ്യണം. വർക്ക്ഷോപ്പ് നടത്തണം. ആ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ട് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് പറഞ്ഞ് പഠിക്കണം. ആ പറഞ്ഞു പഠിക്കുന്നതിൽ നമ്മൾ 4 ആളെടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിനോട് അഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ സംസാരിക്കണം, നമ്മളുടെ ബോഡി ലാംഗ്വേജിൽ എന്ത് മാറ്റം വരുത്തണം, നമ്മളുടെ പിന്നെ എന്താ പറയാ ബോഡി ലാംഗ്വേജ് നമ്മളെ പിന്നെ ആംഗ്യങ്ങളിൽ ആക്ഷനിൽ എന്താ, നമ്മളെ ഭാവങ്ങളിൽ എന്തെങ്കിലും പെർഫെക്ഷൻ ഉണ്ടാണോ എന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ലീഡേഴ്സ് പഠിപ്പിച്ചു തരും. ആ പഠനം ഇവിടെ അനിവാര്യമാണ്. പല ആളുകൾക്കും എന്താണ്, ഈഗോ ആണ്. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ എന്റെ മേഖലയിൽ. ചിലപ്പോൾ ചില ആൾക്കാർ ഇൻഷുറൻസ് മേഖലയിൽ ഭയങ്കര ഗംഭീരന്മാരായിരിക്കും, അല്ല ഒരു പിന്നെ നല്ല പിന്നെ പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ടീച്ചിങ് മേഖലയിൽ വലിയ ഗംഭീരന്മാരായിരിക്കും. പക്ഷേ ഏത് മേഖലയിൽ പെർഫെക്റ്റ് ആണെങ്കിലും ഡയറക്ട് സെല്ലിങ്ങിൽ പെർഫെക്റ്റ് ആയ ഗംഭീരന്മാര് ലീഡർമാർ തന്നെയാണ്. ലീഡേഴ്സ് പറയുന്ന കാര്യം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും എല്ലാ ട്രെയിനിങ്ങിലും എല്ലാ മീറ്റിങ്ങിലും ഞാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇവിടെ സക്സസ് ആവാൻ ഒരൊറ്റ മന്ത്രം മാത്രമേ ഉള്ളൂ. എന്താ ഒരൊറ്റ മന്ത്രം? ലീഡേഴ്സ് പറയുന്ന വഴിക്ക് പോവുക. കാരണം എന്താ, ലീഡേഴ്സ് ഈ പറഞ്ഞ നമ്മൾ പുതിയൊരു ആശയം ഉണ്ടാക്കി പറഞ്ഞ് അങ്ങനെ ചെയ്താൽ എന്താണ്, ഇങ്ങനെ ചെയ്താൽ എന്തെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ലീഡർ എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മളെ അപ്ലൈ നമ്മളോട് ഒരിക്കലും, അല്ലെങ്കിൽ നമ്മളുടെ ലീഡർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡർ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു റോങ് വേ നമുക്ക് കാണിച്ചു തരില്ല. അവര് പോയി നടന്ന് എന്താ ഫിനിഷ് ആയ സ്മൂത്ത് ആയ വഴി മാത്രമേ അവർ നമ്മളെ കാണിച്ചു തരൂ. അവരങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണ്ട, എന്താ ചെയ്താലും എന്ന് ചോദിക്കരുത്. ഇനി ഇവിടെ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ പിന്നെ മറ്റു ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ട തന്നെ തന്നെയായിരിക്കും ഞാനിവിടെ പറയുന്നുണ്ടാവുക. കാരണം ഇവിടെ പറയാൻ അതേ ഉള്ളൂ. ഇവിടെ പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത്, അത് വേറൊരു കാര്യം കൂടി കേട്ടോ. ഡയറക്ട് സെല്ലിംഗ് എനിക്ക് അതിന് പല നിർവചനങ്ങളും പറയാം. ഡയറക്ട് സെല്ലിങ്ങിന്റെ നിർവചനം വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഒരാളെ സക്സസ് സ്റ്റോറി തുറന്നു പറയുന്ന കഥ, തുറന്നു പറയുന്ന പരിപാടിയാണ് എന്ത്, ഡയറക്ട് സെല്ലിംഗ്. ഞാൻ വിജയിച്ചത് ഇങ്ങനെയാണ് എന്ന് തുറന്നു പറയണം. ഞാൻ വിജയിച്ച ആളായിട്ട് കാണിക്കുകയും വേണം. പറഞ്ഞാൽ മാത്രം പോരാ, അത് കാണിക്കുകയും വേണം. നമ്മൾ സക്സസ് ആയി എന്ന് നമ്മളെ ബന്ധുവിനോ സുഹൃത്തിനോ തോന്നുന്ന സമയത്ത് മാത്രമേ അവർ നമ്മളെ സ്വീകരിക്കൂ. ഇപ്പൊ നിങ്ങളൊക്കെ കൂടെ എത്ര ബന്ധുക്കൾ വന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കൂടെ വളരെ ചുരുക്കം ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ എന്റെ കൂടെ ബിസിനസ്സിലേക്ക് വന്നില്ല. അതിന് പല പല കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, അവരെന്നിലൊരു വില ഇട്ടിട്ടുണ്ട്. സുരാജ് എന്ന് പറഞ്ഞ ഇന്ന ആളാണ്, അവൻ ഇന്ന കഴിവേ ഉള്ളൂ, അവൻ എവിടം വരെ പോവുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. അവൻ്റെ ഒന്ന് കൂടെ പോയാൽ രക്ഷപ്പെടൂല എന്ന ചിന്തയുള്ള ആൾക്കാരുണ്ടാവാം. അതുകൊണ്ട് അവർ വരൂല. പിന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രക്ഷപ്പെട്ട് കാണിച്ചു കൊടുക്കണം. 2, ഞാൻ അവനെക്കാട്ടിലും വലിയ നിലയിലാണിപ്പോ, ഞാൻ സുരാജിനെക്കാളിലും വലിയ അവസ്ഥയിലാണിപ്പോ, എനിക്ക് അവരെക്കാൾ നല്ല സ്റ്റാൻഡേർഡ് അവരെക്കാൾ സാമ്പത്തികം എനിക്കുണ്ട്. ഇനിയിപ്പോ ഞാൻ അവന്റെ കൂടെ പോയാൽ അവൻ വിചാരിക്കും എന്ത്, ഞാൻ അവനെക്കാളും താഴ്ന്നവനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇനിയും വരുമാനം വേണം, ഞാനിപ്പോ പെർഫെക്റ്റ് അല്ല എന്ന് അവൻ വിചാരിക്കും എന്ന ചിന്ത കൊണ്ട് വരാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ ഇവരൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് വേണമെന്നറിയോ? ഇതിൽ നമ്മൾ നിരന്തരം സ്റ്റിക്ക് ഓൺ ചെയ്ത് ട്രെയിനിങ്ങും മീറ്റിങ്ങും ട്രെയിനിങ് വർക്ക്ഷോപ്പും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു പവർ വരാനുണ്ട്. നമ്മൾ അറിയാതെ നമ്മളിൽ ഒരു പവർ ഉണ്ട്. ഇതിൽ സക്സസ് എന്ന് പറഞ്ഞ മീറ്റിംഗ്, ട്രെയിനിങ്, വർക്ക്ഷോപ്പ്, മീറ്റിംഗ്, ട്രെയിനിങ്, വർക്ക്ഷോപ്പ്, ഇതിന്റെ ഒക്കെ ഇടയിൽ എന്തുണ്ടെന്ന് അറിയോ? ഫീൽഡ് വർക്ക്. മീറ്റിംഗ് പോയി പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ ലീഡേഴ്സ് നമുക്ക് പറഞ്ഞു തരും. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഫീൽഡിൽ പോകണം.
വീണ്ടും അവിടെ നമുക്ക് നെഗറ്റീവ് കിട്ടും, വീണ്ടും പിന്നെ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മൾ വിചാരിച്ച പോലെ സെയിൽസ് നടന്നോളുന്നില്ല. അടുത്ത മീറ്റിങ്ങിലോ അടുത്ത മീറ്റിങ്ങിലോ അടുത്ത ട്രെയിനിങ്ങിലും പങ്കെടുക്കണം. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ സക്സസ് ആകുന്നത്. നമ്മൾ സക്സസ് ആവാനുള്ള കുറെ ടെക്നിക്സ് നമ്മളെ ചുറ്റിലുള്ള ലീഡേഴ്സിന്റെ അടുത്ത് നമുക്ക് കിട്ടാനുണ്ട്. കമ്പനി ഇതിനായിട്ട് നിരവധി പ്രോഗ്രാം സെന്ററുകൾ ഓൾ ഓവർ ഇന്ത്യ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ, നമ്മുടെ നാട്ടിൽ മാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഇൻഡസ്ട്രി അല്ലത്. ഏതൊരു ബിസിനസ്സിനും വേണ്ട. ഇപ്പൊ നമ്മൾ ശരിക്കും ഈ ബിസിനസ്സും നമ്മളെ ട്രഡീഷണൽ ബിസിനസ്സും തമ്മിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്പയർ ചെയ്യാം. ശരിക്കും ആ ബിസിനസ് ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതും പിന്നെ താരതമ്യം ചെയ്തു നോക്കണം. നമ്മളെ ബിസിനസ്സിനും എന്ത് വേണം, ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിരാവിലെ തുറന്നിട്ട് ഏറ്റവും ലേറ്റ് അടയ്ക്കുന്ന കടയിലല്ലേ കൂടുതൽ കച്ചവടം ഉണ്ടാകുക സാറേ? അല്ലേ? ഏറ്റവും കൂടുതൽ പിന്നെ സമയം തുറന്നു വെക്കുന്ന കടയിലല്ലേ കൂടുതൽ കച്ചവടം ഉണ്ടാകുക? അതേപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിരാവിലെ ഫീൽഡിലേക്ക് ഇറങ്ങി മാക്സിമം ടൈം കൂടുതൽ നമ്മൾ ഫീൽഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെയിൽസ് കിട്ടും. രണ്ടും തമ്മിലുള്ള സാമ്യതാണ്. പക്ഷെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ നമ്മള് ഒരു കടയാണ് തുടങ്ങിയതെങ്കിൽ, ഒരു വലിയ സ്ഥാപനമാണ് നമ്മൾ തുടങ്ങിയെങ്കിൽ, നമ്മളുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ, എത്ര സമയം ഉണ്ടോ, അതിനനുസരിച്ച് അതിന്റെ ലാഭനഷ്ട സാധ്യതകൾ കൂടും. നമ്മൾ വലിയ സ്ഥാപനം തുറന്നിട്ട് ഒരു പിന്നെ 2 3 വേണ്ട ഒരാഴ്ച നമ്മൾ ആ സ്ഥാപനത്തിലേക്ക് പോയില്ല, അത് ലോസ് ആവുമോ അത് നല്ല ബിസിനസ് ആയിട്ട് തഴച്ചു വളരുമോ? ലോസ് അല്ലേ ആവുക? അല്ലേ? നമ്മൾ ആ സ്ഥാപനത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല. അത് അവിടെ പണിക്കാർ വേണ്ട, അല്ലെങ്കിൽ സെയിൽസ്മാൻമാർ വേണ്ട രീതിയിൽ നടത്തിക്കൊള്ളുന്നില്ല. അത് നഷ്ടത്തിൽ. നമ്മളൊരു മേൽനോട്ട് എപ്പോഴും അവിടെ വേണം. നമ്മുടെ പ്രസൻസ് അവിടെ അനിവാര്യമാണ്. അതേ സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നമ്മുടെ മുബീൻ മുഹമ്മദ് സാറ് 1.5 വർഷമായി 18 മാസമായി അദ്ദേഹം അമേരിക്കയിലുള്ളത്. പക്ഷെ ആ 18 മാസം കൊണ്ട് അയാളെ വരുമാനം 10 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് നമ്മുടെ MD തന്നെ പറഞ്ഞത്. 1.25 കോടി രൂപ മന്ത്ലി ഇൻകത്തിലേക്ക് അയാൾ കയറി. അതാണ് ഈ ബിസിനസ്സും മറ്റേ ബിസിനസ്സും തമ്മിലെ വ്യത്യാസം. നമ്മുടെ പ്രസൻസ് ഇവിടെ വേണമെന്നില്ല. നമ്മൾ ആദ്യത്തെ 1 2 3 വർഷം നല്ലൊരു ടീം ബിൽഡ് ചെയ്ത്, നല്ല ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത്, നല്ല വരുമാനമുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി, നമ്മൾ ഫ്രീ ആയി. നമ്മൾ കുറെ റാങ്ക് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കുറെ STCകൾ ഉണ്ടാക്കി, കുറെ RTCകൾ ഉണ്ടാക്കി, കുറെ DTCകൾ ഉണ്ടാക്കിയതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അവർക്ക് നല്ല വരുമാനമുള്ള ഒരു സിസ്റ്റമുള്ള ഒരു ലീഡേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും ഒക്കെ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ അതിന് നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടതാണ്, ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടത്, ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? അതാണ് പലരും ചെയ്യാത്തത്. ഇതിന്റെ അടിസ്ഥാനം എന്താ അറിയോ? ഡയറക്ട് സെല്ലിങ്ങിന്റെ മോട്ടോ തന്നെ യൂസ് ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ്, റെക്കമെൻഡ് ഇറ്റ് എന്നാണ്. ഉൽപ്പന്നം ഉപയോഗിക്കുക, ഇഷ്ടപ്പെടുക, റെക്കമെൻഡ് ചെയ്യുക. ശരിക്കും നമ്മളെ പണി എന്താ? ഏകദേശം 150ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും പല്ല് തേക്കുകയും കുളിക്കുകയും സോപ്പ് തേക്കുകയും എണ്ണ തേക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ചുമക്ക് കഫ് സിറപ്പ് കുടിക്കും, വേദനയ്ക്ക് ഓയിൻമെന്റ് വാങ്ങിപ്പെരട്ടും, മൂവോ ഒളിഞ്ഞു വാങ്ങിപ്പെരട്ടും, അല്ലെങ്കിൽ പിന്നെ മുടി കൊഴിച്ചിലിന് വേണ്ട ഏതെങ്കിലും എണ്ണ വാങ്ങിത്തേക്ക്, ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് അത് നമ്മളുടെ പ്രൊഡക്റ്റായി ബ്രാൻഡിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് നമ്മളെ ബ്രാൻഡ് നല്ല നമ്മളെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതിന്റെ ടേൺ ഓവർ കൂടി വരും, നമ്മളെ ടേൺ ഓവർ കൂടും. അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുസ്ഥാൻ ലിവറിന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകും, ഇതിന്റെ ലാഭം ഇന്ത്യക്ക് പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ വലിയ വലിയ മുതലാളിമാരുടെ കയ്യിലേക്ക് പോകും. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഉൽപ്പന്നത്തിലേക്ക്, നമ്മുടെ ബ്രാൻഡിലേക്ക് നമ്മൾ ആക്കി മാറ്റാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തേ വേണ്ടുള്ളൂ. അതിനെന്ത് വേണം? അതിന് ബേസിക്കലി വേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളെ കയ്യിൽ ഒരു സ്റ്റോക്ക് വേണം. നമ്മളെ പേര് ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ എന്നാണ്. ID നമ്മൾ 10 അക്കത്തിന് പറയാം. ID ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആണ് അത്. ആ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിതരണം എന്നാ മലയാളം, അല്ലേ? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വിതരണം. വിതരണം ചെയ്യാൻ എന്ത് വേണം? നമ്മളെ കയ്യിൽ ഉൽപ്പന്നം വേണം. നമ്മളെ പല ലീഡേഴ്സ്, പല അസോസിയേറ്റ്സിന്റെ കയ്യിലും
ഒരു 1000-ന്റെയോ 10,000-ന്റെയോ 20,000-ന്റെ പ്രൊഡക്റ്റ് ആദ്യം വാങ്ങിച്ചിട്ടുണ്ടാവും. ലീഡേഴ്സ് വന്ന് പ്ലാന് പറഞ്ഞ സമയത്ത് അതിൽ പകുതിയോ അല്ലെങ്കിൽ പകുതിയോളം അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും. കുറച്ചെണ്ണം ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ തീർന്നിട്ട് പിന്നെ അവർ വാങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ അയാളെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അയാൾക്ക് വിതരണം ചെയ്യാൻ എന്താ ഉള്ളത്? പണ്ട് നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാലും പിന്നെ ശ്രീനിവാസനും കൂടി ഉള്ള ഒരു ഡയലോഗ് ഉണ്ട്, നമുക്കിനി കള്ളക്കടത്ത് തുടങ്ങിയാലോ ദാസാന്ന്. അന്നേരം മോഹൻലാൽ ചോദിച്ചിട്ടുണ്ട്, എന്തോന്ന് എടുത്തിട്ട് കടത്താനാണ്. അതേപോലെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എന്താ നമ്മളെ കയ്യിലുള്ളത് എന്നാണ് ആദ്യം ചിന്തിക്കാൻ. ഏകദേശം ഒരു 50,000 രൂപയുടെങ്കിലും പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ 25,000, 35,000, 50,000 രൂപ ആ റേഞ്ചിലുള്ള എത്രയാണോ നമുക്ക് പറ്റുന്നത് ആ പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോക്ക് ഉണ്ടാവണം എപ്പോഴും. വിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അത് അവിടെ വാങ്ങിച്ചു വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ വണ്ടർഫുൾ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. നെർവ് എനർജി അടിപൊളി പ്രൊഡക്റ്റാ. ഫൈൽസ് CC സൂപ്പർ റിസൾട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയുള്ള കുറെ പുതിയ പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ വന്ന് അന്നേരം തന്നെ തീർന്നു പോയേക്കാണ്. അപ്പൊ അതെല്ലാം വാങ്ങി പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങി നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുക. എന്നിട്ട് സീരിയസ് ആയിട്ട് കുറെ അത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റി നമ്മൾ ഉപയോഗിക്കുക. സീരിയസ് ആയിട്ട് ഇതിനെ പ്രചരണം ചെയ്യൽ മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല. അതിന് സ്റ്റോക്ക് നിലനിർത്താൻ ഇപ്പോ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരമുണ്ട്. പ്രൊഡക്റ്റ് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം ഇപ്പൊ ഇതിന് മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു. വീണ്ടും കമ്പനി തന്നിട്ടുണ്ട്. എന്താ പ്രൊഡക്റ്റ് ചാമ്പ്യൻ? പ്രൊഡക്റ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞ ഇത് നമ്മള് ഒരു സ്റ്റാർ ആൻഡ് അബവ് ലീഡേഴ്സ് ഒക്കെ കമ്പൽസറി എന്ത് ചെയ്യുന്നുണ്ട്, അവര് വരുമാനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറയാ, മന്ത്ലി പർച്ചേസ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ എല്ലാത്തിലും കാണാം മാസം എല്ലാ മാസവും 1000 രൂപയുടെ പർച്ചേസ് ചെയ്യണമെന്ന് ഒരു നിബന്ധന ഉണ്ട്. കാരണം എന്താ, നിങ്ങൾ ഈ ബിസിനസ്സിൽ ഉണ്ട് എന്ന് കമ്പനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാളെ കൊണ്ടുവന്ന് രണ്ടാളെ ലെഫ്റ്റ് റൈറ്റ് വിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരുമാനം തരേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ നമുക്ക് വരുമാനം തരുന്നതിനാ ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും പണി എടുക്കുന്നത് കൊണ്ടാണ് കമ്പനി നമുക്ക് വരുമാനം തരുന്നത്. നമ്മൾ ഇടനിലക്കാരനായിട്ടും പരസ്യക്കാരനായിട്ടും ഇവിടെ ഉണ്ട് എന്ന് കമ്പനിക്ക് മനസ്സിലാകാനാണ് നിങ്ങൾ ജീവനോടുണ്ട്. ഇപ്പൊ പെൻഷനായ ആൾക്കാർക്കൊക്കെ കുറെ ഇത്ര കൊല്ലം കഴിയുമ്പോൾ പിന്നെ ഇത് ചെയ്യണമെന്നറിയും. വീണ്ടും അവിടെ പോയിട്ട് ഒന്ന് മസ്റ്റർ ചെയ്യാന്നറിയും. വീണ്ടും പോയിട്ട് ഒപ്പിട്ട് കൊടുക്കണം ഒരു ഡേറ്റിൽ. ഒരു കൊല്ലം കഴിയുന്ന സമയത്ത് ഒപ്പിട്ട് കൊടുക്കണം. നമ്മൾ ലൈവാന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രഷറിയിൽ പോയി ഒപ്പിട്ടിടണം. അതേപോലെ അത് ഇവിടെ ഇവിടെ എല്ലാ ആഴ്ചയിലും കമ്പനി വരുമാനം തരുന്നതിനെ കൊണ്ട് എല്ലാ മാസവും നിങ്ങൾ ജീവൻ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യണം, 1000 രൂപയുടെ പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. ആ പർച്ചേസ് 5000 വീതം മന്ത്ലി ചെയ്താൽ കമ്പനി പറയുന്നത് എന്താ, നിങ്ങള് 6 മാസം കൊണ്ട് എത്ര രൂപയുടെ പർച്ചേസ് ആണോ, നിങ്ങൾ 75 ആയാലും വേണ്ടില്ല 35 ആയാലും വേണ്ടില്ല, ഏത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാം, എത്ര രൂപയുടെ പർച്ചേസ് ആണോ നിങ്ങൾ ചെയ്യുന്നത് അതിന്റെ 15% ഉൽപ്പന്നം നിങ്ങൾ ആവശ്യപ്പെടുന്നത് G75 35 പെടില്ല. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഉൽപ്പന്നം നിങ്ങൾ ഓർഡർ ഫില്ല് ചെയ്ത് കൊടുത്ത കമ്പനി ഫ്രീ തരും. നമുക്ക് ഫ്രീ കിട്ടുക. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ? ഈ 6 മാസം ഇനിയിപ്പോ ഇന്ന് ആദ്യത്തെ മാസം കഴിയാട്ടോ, ഇനി അങ്ങോട്ട് 5 മാസം കൂടി ഉള്ളത്. അങ്ങനെ ഈ 6 മാസം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു 5000 രൂപയ്ക്ക് മെയിൻ ഐഡിയിൽ നിങ്ങൾ സ്ഥിരമായി വാങ്ങുന്ന ആ ഐഡിയിൽ വീണ്ടും പർച്ചേസ് ചെയ്യാം. 1000 പോലെ 5000 ചെയ്യാം. അങ്ങനെ 6 മാസം ചെയ്യുമ്പോൾ 6×5 30,000 രൂപയുടെ പർച്ചേസ് 6 മാസം കൊണ്ട് നടക്കും. അത് വാങ്ങി വിറ്റ് അങ്ങനെ വാങ്ങിയാൽ മതി. അങ്ങനെ വാങ്ങിക്കുമ്പോൾ 30,000-ന്റെ 15% എന്ന് പറയുമ്പോൾ 4500 രൂപയുടെ പ്രൊഡക്റ്റ് ആണ് കമ്പനി ഫ്രീ തരിക. പക്ഷെ നമുക്ക് ഒരു 5000-ന്റെ വിൽപ്പന മാത്രമേ നടക്കൂ ഒരു മാസം. ഒരാഴ്ചയിൽ നടക്കൂല 5000. ശരിക്കും ഒരാഴ്ചയിൽ 5000 അല്ല, അതിലും കൂടുതൽ നടത്താൻ പറ്റുമോ? ഒരാഴ്ച പിന്നെ ഒരു മാസം 50,000-ന്റെ കച്ചവടം നടത്താൻ ചോദിച്ചോളൂ. 1000-ന് പകരം 50,000 റീപർച്ചേസ് ചെയ്യാം. 50,000 ചെയ്യണമെങ്കിൽ എത്ര ഉണ്ടാവും? 6×5 = 30. 3 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. 3 ലക്ഷം രൂപയുടെ കച്ചവടം ടോട്ടൽ നമ്മളെ ടീമിൽ നടക്കും. നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ആ ഐഡിയ കൂടി ചെയ്യാൻ പറ്റുന്ന സമയത്ത് അതിന്റെ 15% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഈ 45,000 രൂപയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ കിട്ടും. 45,000-ന്റെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് നമുക്ക് കമ്പനി വെറുതെ തരിക. എന്തിന്? നിങ്ങൾ വിൽക്കാൻ നല്ല കഴിവുള്ള ആളുകളാണ്, റീറ്റെയിൽ ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ റീറ്റെയിൽ ചെയ്ത് രക്ഷപ്പെട്ടോ എന്ന് കമ്പനി വെറുതെ തരിക നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു പൈസേന്റെ സ്റ്റോക്ക് വേണ്ട. 0 ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴാണ് കറക്റ്റ് ആകുന്നത്. 0 ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം കറക്റ്റാ. നമ്മൾ എന്ത് ചെയ്താൽ മതി, എവിടെന്നെങ്കിലും 50,000 രൂപ കടമെടുത്ത് ഒരു മാസം കൊണ്ട് വിറ്റ് തീർക്കുക, വീണ്ടും 50,000 കൊണ്ട് വാങ്ങുക.
അതും വിറ്റ് തീർക്കുക, വീണ്ടും 80,000 കൊണ്ട് വാങ്ങുക. അങ്ങനെ 6 മാസം ചെയ്താൽ ഈ കടമെടുത്ത പൈസ തിരിച്ചു കൊടുക്കുക. പിന്നെ നമ്മളെ കയ്യിൽ 45,000 പൊട്ട സ്റ്റോക്ക് ഉണ്ടാവും. സിമ്പിൾ ആണ്, എല്ലാവർക്കും സാധിക്കും, ഇറങ്ങി നടന്നാൽ സാധിക്കും. നിങ്ങൾ കാണുന്നില്ലേ ഒരു സേവന കറിപ്പൗഡർ അല്ലെങ്കിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൊണ്ടു നടന്ന് വീടാൻ തന്നെ വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കൊണ്ടു നടന്ന് വിൽക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ബ്രാൻഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പണി ചെയ്തേച്ചാൽ മതി. സിമ്പിൾ ആണ്. നമ്മൾ ഇതിന് ഇറങ്ങിത്തിരിക്കണം. കാരണം വെച്ചാൽ ഏത് ജോലിക്കും അതിൻ്റെതായിട്ടുള്ള എഫേർട്ട് ഉണ്ട്. എഫേർട്ട് ഇടാതെ ഒരു ജോലിയിലും രക്ഷപ്പെടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടും. പ്രൊഡക്റ്റ് ചാമ്പ്യൻ സ്റ്റാർട്ട് ചെയ്യാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവസാനത്തെ ഡേറ്റ് ആണ്. ഇന്നല്ലേ ഫ്രൈഡേ അല്ല, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, മന്ത്ലി കട്ട് ഓഫ് ആണ്. ഈ മന്തിൽ ഇന്ന് 6 മണിക്കുള്ളിൽ അത് ചെയ്തിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രൊഡക്റ്റ് ചാമ്പ്യൻസ് മിനിമം 5,000 ചെയ്യുക. ഇനി 5,000-ലധികം എത്ര ആക്റ്റീവായ ഐ ഡി ചെയ്യണേ. എന്റെ ടീമിൽ ഒരാൾക്ക് ഒരു അബദ്ധം പറ്റി. 32,500 ഞങ്ങൾ ഒരു കോൺടെസ്റ്റ് വെച്ചിട്ട് 32,500 കൊണ്ട് ഒറ്റയടിക്ക് ഒരു വല്ലാത്ത ഐഡിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു പോയി. അതായത് ആക്റ്റീവ് ആക്കാത്ത ഐഡിയിലേക്ക് ചെയ്തു. എന്നിട്ട് പ്രൊഡക്റ്റ് ചാമ്പ്യൻ എടുത്തിരിക്കുന്ന പറഞ്ഞ നോക്കുന്ന സമയത്ത് എന്താ, അത് പ്രൊഡക്റ്റ് ചാമ്പ്യന്റെ കാറ്റഗറിയിലേക്ക് വരില്ല. ഒരു 5,000 പർച്ചേസ് ചെയ്ത ഐഡിയിലാണ് വീണ്ടും ചെയ്യുന്നതിനെ കമ്പനി റീപർച്ചേസ് പറയുള്ളൂ. അപ്പോ ആ രീതിയിൽ എല്ലാ ആൾക്കാരും ഇതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കണമെന്നും, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെ നമ്മുടെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരു ദിവസവും പോരാ, ഒരു മണിക്കൂർ പോയിട്ട് ഒരു ദിവസം പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത്രയും ഡെപ്ത് ഉള്ള ഒരു മേഖലയാണിത്. ഇതിൽ ചെയ്താൽ എങ്ങനെ വിജയിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നേട്ടങ്ങൾ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈ ഇൻഡസ്ട്രി ചെയ്താൽ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് 2,10,000 ആഴ്ച വരുമാനം കിട്ടുന്ന ഒരു മേഖല പറയുങ്ങൾ ആരെങ്കിലും? ഇതല്ലാതെ ആഴ്ചയിൽ 2,10,000 കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല ഇന്ന് ഇന്ത്യയിലുണ്ടോ? അല്ലാതെ നിങ്ങൾ വന്നാ മതി, നിന്നാ മതി, 1,000 വിട്ടാ മതി, 10,000 ഇട്ടാ മതി എന്ന് പറയുന്ന കച്ചവടം അല്ലത്. കച്ചവടം സെയിൽസ് ടേൺ ഓവർ കൊണ്ടുവരുന്നതിന് കറക്റ്റ് മാച്ച് ചെയ്തിട്ട് പൈ വിടാതെ കമ്പനി അയച്ചിരുന്നുണ്ട് ആഴ്ച വരുമാനം. ഇനി ചെറിയ ചെറിയ ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇപ്പൊ ഒരു 300 റുപ്യ ശമ്പളത്തിൽ പണിക്കൊക്കെ പോകുന്ന എത്രയോ ആൾക്കാർ ഇപ്പൊ മൈലേജ് ഡിസ്ട്രിബ്യൂഷനിൽ പെടുന്നുണ്ട്. അതായത് തുണിക്കടയിൽ പണിയെടുക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ കടയിൽ സെയിൽസിൽ നിൽക്കുന്ന ആൾക്കാർ ഒക്കെ ഇവിടെ പോകുന്നുണ്ട്. രാവിലെ ഒരു പറയാ 8 മണി മുതൽ 8 മണി വരെ എന്നാണ്. സത്യത്തിൽ ഓരോ വർക്കിംഗ് അവർ 8 മണി മുതൽ 8 മണിയാണോ? 8 മണിക്ക് അവർ ആ തുണിക്കടയിൽ എത്തണമെങ്കിൽ ഇവര് രാവിലെ 5 മണിക്ക് എണീച്ച്, സ്ത്രീകളൊക്കെ ആണെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ എല്ലാ പണിയും ചെയ്തിട്ടല്ലേ പോകുന്നത്. എന്ന് പറഞ്ഞാൽ 10-16 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ഒരു ദിവസം കിട്ടുന്നത് 300 രൂപയാണ്. ഒരു 4 വർഷം മുമ്പ് തന്നെ മുബീൻ മുഹമ്മദ് സാറ് അദ്ദേഹത്തിന്റെ ഇൻകം ഞങ്ങൾ ഒരു DTC മീറ്റിംഗിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തെ വരുമാനം അയാൾ സ്ക്രീനിൽ കാണിച്ചു. 1,07,00,000 സംതിങ് ആയിരുന്നു. ആ സമയത്ത് ഞാനും തനീഷ് സാറും അടുത്തടുത്ത സീറ്റിലായിരുന്നു. ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. അയാൾ ഒരു മാസത്തെ വരുമാനം അതിനെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു മാസത്തെ വരുമാനമായില്ലേ? ആ വരുമാനത്തെ, ഒരു മാസത്തെ വരുമാനത്തെ 28 ഡിവൈഡ് ചെയ്ത ഒരു ദിവസത്തെ വരുമാനം കിട്ടൂലേ? പിന്നെ അതിനെ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ 8 മണിക്കൂറല്ലേ ഒരാൾ പണിയെടുക്കുക. 8 മണിക്കൂർ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അയാൾ ഒരു ദിവസത്തെ ഇൻകം എന്ന് പറയുന്നത്, ഒരു മണിക്കൂർ നേരത്തെ ഇൻകം 45,700 രൂപയാണ്. ഒരു മണിക്കൂർ നേരത്തെ മുബീൻ മുഹമ്മദിന്റെ ഇൻകം. അതായത് അയാൾ ഒരു 8 വർഷം പണിയെടുത്ത സമയത്ത്, 8 വർഷം ഈ മൈലേജ് ചെയ്ത സമയത്ത് അയാളുടെ ഒരു മണിക്കൂറിന്റെ വരുമാനം 45,700 രൂപയിലേക്ക് എത്തി. ആ വരുമാനം ഇവിടെ മാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും PSC എഴുതാൻ ഉറക്കം ഒഴിച്ചിരുന്ന് PSC എഴുതി പഠിച്ചാൽ കിട്ടിയ ഏകദേശം 40-45 വരുമാനമല്ലേ, 40-40 റുപ്യ വരുമാനമല്ലേ, 35,000-40,000 റാങ്കിനനുസരിച്ച് കിട്ടുന്ന ജോലിക്കനുസരിച്ച് ഏറിപ്പോയാൽ സ്റ്റാർട്ടിങ്ങിൽ 40-45 റുപ്യ കിട്ടും ഒരു ദിവസം, ഒരു മാസം. അത് ഒരു മണിക്കൂർ കിട്ടുന്ന ഇൻഡസ്ട്രിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഗവൺമെന്റ് ജോബില് ഒരു മാസം കിട്ടുന്ന വരുമാനം 1 അവറിൽ കിട്ടുന്ന ഇൻഡസ്ട്രി ആണെന്ന് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആര്? നമ്മളെ ഗ്രേറ്റ് റോയൽ ഡയമണ്ട് അല്ല ക്രൗൺ ഡയമണ്ട് മുബീൻ മുഹമ്മദ് സാറ്. അയാൾ ചെയ്ത പോലെ ചെയ്യാൻ നമ്മളോട് പറയുന്നത്. അയാളെ വഴി തന്നെ വരാനാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് പോയിക്കൂടെ ധൈര്യമായിട്ട്? അപ്പൊ നമ്മൾ അത് ഏറ്റെടുക്കാന്നില്ല. ഇത് അവനവന്റെ അതാത് ദിവസത്തെ ഇൻകം, ആ ഇൻകത്തിന്റെ ഉത്തരവാദി അവനവനാണ്.
സുരാജിന് ഇന്ന് എത്ര വരുമാനം ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് അതിന്റെ ഉത്തരവാദി സുരാജ് മാത്രമാണ്. അല്ലാണ്ട് എന്റെ അപ്ലൈൻ അല്ല, എന്റെ ലീഡർ അല്ല. ഞാൻ എന്റെ അസോസിയേറ്റ്സുമായിട്ട് എത്ര നല്ല ബന്ധം പുലർത്തുന്നോ, അവരെ എത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നോ, അവരെ എത്ര കണ്ട് പഠിപ്പിക്കുന്നോ, അവർക്ക് എത്ര കണ്ട് നോളജ് പകർന്നു കൊടുക്കുന്നോ, അവരെ എത്ര കണ്ട് നന്നാക്കി എടുക്കുന്നോ, അതിനനുസരിച്ചിരിക്കും എന്റെ വരുമാനം. അതിനനുസരിച്ചിരിക്കും എന്റെ വരുമാനം. ഇത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ എന്തേ പഠിക്കണം? നന്നായി പെരുമാറാനും നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും മാത്രമേ ഇവിടെ പഠിക്കേണ്ടുള്ളൂ സാറേ. വേറെ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് മസിൽ ബിൽഡ് ചെയ്യും പോലെ അധ്വാനം ഒന്നും ഇവിടെ അല്ല. നന്നായി പെരുമാറാൻ ഒന്ന് മെയിൻ ഈ ചുണ്ടൊന്ന് രണ്ടും വിടർത്തി വെക്കാൻ പഠിക്കണം. ചിരിക്കാൻ ചുണ്ടൊന്ന് പണ്ടത്തെ ആന്റണീനെ പോലെ ആവരുത്. ചുണ്ടൊന്ന് വിടർത്തി ചിരിക്കാൻ പഠിക്കണം. നല്ല ബോഡി ലാംഗ്വേജ് വേണം. നല്ല ഡ്രസ് കോഡ് വേണം. നല്ല ഡ്രസ് കോഡ് വേണം. കാരണം വെച്ചാൽ പറയാ ആഴ്ചയിൽ 2,10,000 കിട്ടുന്ന ബിസിനസിനൊക്കെ പ്ലാൻ നമ്മൾ വരച്ചു പറയാം. നോക്കുമ്പോ ഷർട്ടിന്റെ ഇവിടെ പോയി എന്തായിരിക്കും? തേഞ്ഞ് തീർന്നുണ്ടാവും. അല്ല ഇതൊക്കെ ഇങ്ങനെ പിന്നെ ചുളിഞ്ഞ് ഇത് കിടക്കുന്ന, ഇതൊക്കെ കോളറൊക്കെ ചുരുങ്ങി കിടക്കുന്ന ഒരു ഷർട്ടായിരിക്കും. അന്നേരം അവനെ നോക്കൂ. ആര്? നമ്മൾ പറയുന്ന ആള് നോക്കും. 2,10 വാങ്ങുന്ന ചങ്ങായി എന്നവേ എന്ന് പറയും. എന്താ? നമ്മളെ ഡ്രസ്സിൽ നമ്മൾ റിച്ച്നെസ് ഫീൽ ചെയ്യണം. അതിനു വേണ്ടി നല്ല വിലയുള്ള ഡ്രസ്സ് വാങ്ങിയിടുന്നല്ല, നല്ല നീറ്റിൽ വാങ്ങിയിടണം. പിന്നെ ലീഡേഴ്സ് ഒക്കെ DTs ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് വേണം? നമ്മള് പിന്നെന്താ ഡ്രസ് കോഡില് ശരിക്കും ഒരു എന്താ പറയാ ബ്രാൻഡഡ് ഡ്രസ്സിലേക്കൊക്കെ ജെൻസ് വരണം. ലേഡീസിന് ഉണ്ട് ബ്രാൻഡ് ഒന്നും വേണമെന്നില്ല, നല്ല അടിപൊളിയായാൽ മതി, മിന്നിയാൽ മതി. അല്ലെങ്കിൽ ഒരു ഗോൾഡ് വളയും മോതിരൊക്കെ കൈമേലുണ്ടായാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഡ്രസ് കോഡില് നമ്മളെ ഇൻസൈഡ് ചെയ്ത് ലൈറ്റ് കളർ ഷർട്ട്, ഡാർക്ക് കളർ പാൻസ്, ആ പാൻസിന്റെ ഒത്ത കളറിലുള്ള ഷൂസ്, അതിന്റെ പാൻസിന്റെ ഒത്ത കളറിലുള്ള സോക്സ്, അതൊക്കെ നീറ്റായിട്ട് നല്ല കറക്റ്റ് ബെൽറ്റ്, ഇങ്ങനെയുള്ള ഡ്രസ് കോഡിൽ വേണം നമ്മൾ പ്ലാൻ പറയാൻ. നമ്മളെ കാണാൻ ആളുകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം നമ്മളെ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ തോന്നണം എന്ത്? ഇവനാള് വൺ സെറ്റപ്പ് ആണെന്ന് തോന്നണം. തുടക്കത്തില് വലിയ വരുമാനം ഒന്നും ഉണ്ടാവൂല, പക്ഷെ നമ്മളെ വേഷം കണ്ട നമ്മളെ ആ ഒരു ബിസിനസ് മാൻ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവണം. ആ നമ്മളെ സംസാരത്തിലും നമ്മളെ ഭാവത്തിലും ഒക്കെ ഒരു ബിസിനസ് മാൻ. ഇതിൽ വേണ്ടത് അറിയോ? ആദ്യം മാറേണ്ടത് നമ്മളെ ആറ്റിറ്റ്യൂഡാണ്. നമ്മളെ ആറ്റിറ്റ്യൂഡ്, ആ ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡിലേക്കാണ് നമ്മൾ മാറി വരേണ്ടത്. നമ്മളെ തലയിൽ ആദ്യം 2,10 ഉണ്ടാവണം. ആ 2,10 കിട്ടുന്ന ആളെ പോലെ വേണം നമ്മൾ പെരുമാറുക. ഞാൻ ഈ 2,10 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേക്കാനും ഭ്രാന്തായിനെ പോലെയാണ്. കാണുന്നവരൊക്കെ കടിക്കലായിരുന്നു പണി. അപ്പൊ ഞാൻ പറയും, കാണുന്നവരൊക്കെ 2,10 എന്ന് പറയും. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ കളിയാക്കാനുള്ള ഒരു വാക്കായി മാറ്റി 2,10. ഒരാള് പോലും പിന്നെ എന്താ പറയാ, എന്റെ ചായപ്പൊടി ഞാൻ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വാങ്ങി ചായ കുടിപ്പിച്ചു കൊടുത്തു നോക്കി. നമ്മളെ ചായപ്പൊടി അടിപൊളി ചായപ്പൊടി അല്ലേ, പക്ഷെ ഒരു പാക്കറ്റ് ചായപ്പൊടി പോലും ആരും വാങ്ങിയില്ല. ഒരൊക്കെ ദിവസവും കട്ടൻ ചായ കുടിക്കുന്ന ആൾക്കാരാണ്. എന്താ കാര്യം? അത് അവരുടെ എന്താണ്, ഇവൻ അങ്ങനെ ലാഭം ഉണ്ടാക്കണ്ട എന്നുള്ള ചിന്തയിൽ അവർ വാങ്ങാത്തത്. എന്നിട്ട് പോരാത്ത നമ്മളെ കളിയാക്കും. ലാട വൈദ്യനെ വരെ വിളിച്ചേക്ക് കളിയാക്കും. പക്ഷെ 2,10 എന്നുള്ള വാക്കിന് കളിയാക്കിയതിനുള്ള പ്രതികാരം ഞാൻ മാറ്റിയത്, അല്ലെ പ്രതികാരം ചെയ്തത്, 2,10 എന്നുള്ള നമ്പർ എന്റെ കാറിന് പുതിയ 19 ലക്ഷം കൊടുത്ത് വാങ്ങിച്ച ആ നെക്സോൺ എനിക്ക് 2,10 എന്ന നമ്പർ 3,500 രൂപ എക്സ്ട്രാ കൊടുത്ത് വാങ്ങി. അപ്പൊ എന്നെ കാണുമ്പോ, എന്റെ വണ്ടി കാണുമ്പോ ഒക്കെ ഒരു ഓർമ്മ വരും 2,10. കളിയാക്കേണ്ട കാര്യം വീണ്ടും 2,10 ഓർമ്മ വരും. ആ രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ ഈ കമ്പനിയുടെ ഈ മാനേജ്മെന്റിനോടൊപ്പം നിർത്താൻ, നിങ്ങളുടെ ഈ ലീഡേഴ്സിനോടൊപ്പം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളോ നിങ്ങളെ കുടുംബക്കാരോ സ്വപ്നം കാണുന്നതിന്റെ എത്രയോ 10 മടങ്ങ് ഉയരത്തിലായിരിക്കും നമ്മുടെ ജീവിത നിലവാരം. ഒരു ഡൗട്ടും ഇല്ല സുഹൃത്തുക്കളെ. വേണം ഇവിടെ പിടിച്ചു നിൽക്കണം. ലീഡേഴ്സ് പറയുന്നത് അതേ അക്ഷരം പതി അനുസരിക്കണം. ട്രെയിനിങ്ങിന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന് വിളിച്ചാൽ പോകണം. GTS സെന്ററിൽ കമ്പൽസറി നമ്മൾ ചൊവ്വാഴ്ച ഉണ്ടായിരിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു ഓഫീസിൽ സർക്കാർ ജോലി കിട്ടി, ഒരു 10,000 50,000 ജോലി കിട്ടിയ ഒരാളാണെങ്കിൽ അവിടെ 10 മണിക്ക് നമ്മൾ അവിടെ പഞ്ച് ചെയ്യണ്ടേ? 5 മണി വരെ, 5 മണിക്ക് പോരുമ്പോഴും പഞ്ച് ചെയ്യണ്ടേ? എന്തെങ്കിലല്ലേ മാസ വരുമാനം കിട്ടുള്ളൂ. ഇവിടെ നമ്മളോട് കമ്പനി പറയുന്നത്, കമ്പനി സെന്ററിൽ ഒരു മാസം 4 തവണ പോയാൽ മതി, നമ്മളെ ഓഫീസാണ്, ആ പഞ്ചിങ് നിങ്ങൾ ചെയ്യണം. GTS സെന്ററിൽ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഉണ്ടാവണം. അസോസിയേറ്റ് ഇല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ വരുന്നതെന്ന് അറിയോ? നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് നിങ്ങളുടെ ടീമിനെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഗ്രൂപ്പിൽ ഫോട്ടോ എടുത്തിടണം.
നിങ്ങൾ ഫോട്ടോ ഇടുന്നത് മാത്രമല്ല, നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഓരോ ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് അവസാനം വരെ കേൾക്കണം. കൺക്ലൂഡ് ചെയ്യുന്നത് ജനഗണമന വരെ അവിടെ ഉണ്ടാവണം. നിങ്ങൾ അവിടുന്ന് ഒരുപാട് കാര്യം നിങ്ങൾ അറിയാതെ പഠിക്കുന്നുണ്ടാവും. അത് ട്രെയിനിങ് ആണ്. GTS എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ് കൂടിയാണ്. പലരുടെ എക്സ്പീരിയൻസും കേൾക്കുക, പല റിസൾട്ടും കേൾക്കുക, പല ആൾക്കാരുടെയും പ്രവർത്തന രീതി കണ്ടുപഠിക്കുക. അതിനൊക്കെ പറ്റിയാണ് GTS വരുമ്പോൾ ഒരു അസോസിയേഷൻ കിട്ടിയില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഒരു ഗസ്റ്റിനല്ലെങ്കിലും വേണ്ട. ഞാനൊക്കെ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരു ZTC വരെ ഞാൻ പിന്നെ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ എപ്പോഴത്തെ ലീഡേഴ്സിനൊക്കെ വിളിക്കായിരുന്നു. ഞാൻ എന്നിട്ട് ഓർക്ക് വേണ്ടിയിട്ട് പേപ്പറൊക്കെ വിരിച്ച് വെച്ച് ബുക്ക് ചെയ്യാനും മുന്നിലത്തെ നേരം 4 മണിയാകുമ്പോ വേറെ ആൾക്കാർ വന്ന് കയറിയിരിക്കും. ഇവരാരും വരില്ല, ഒരാളും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഒരു സെൽഫി എടുത്ത് ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ വിളിച്ച ഗസ്റ്റിന് അയച്ചു കൊടുക്കും, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. GTS സെന്ററിൽ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതേപോലെ തന്നെ ട്രെയിനിങ്ങുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നിങ്ങളൊരു ചെറിയൊരു ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങളോടൊപ്പം ഇപ്പോഴൊപ്പം തുടക്കക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു 4 or 5 പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ടീം മീറ്റിംഗ് നടത്താനുള്ള ഉത്തരവാദിത്തമുള്ള ലീഡറാണ് നിങ്ങളെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുക. നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ലീഡറെ വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടീം മീറ്റിങ്ങുകൾ നടത്തുക. ടീം മീറ്റിങ്ങും ഹോം മീറ്റിങ്ങും ട്രെയിനിങ്ങും വർക്ക്ഷോപ്പും ഒക്കെ തന്നെയാണ് നിരന്തരം ചെയ്യേണ്ടത്. അത് ഞാൻ അറ്റൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞ് നിർത്തരുത്. ഇതിനൊന്നും അവസാനമല്ല, ട്രെയിനിങ്ങിന് അവസാനമല്ല. ട്രെയിനിങ് എന്നാണോ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടത് നിർത്തണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ട്രെയിനിങ് എന്ന് എടുക്കാൻ പഠിക്കുന്നോ അന്ന് നിങ്ങൾക്ക് നിർത്താം. എന്ന് ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നോ അന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് നിർത്താം. പിന്നെ നിങ്ങൾ ട്രെയിനിങ് എടുത്തു തുടങ്ങിയാൽ മതി. എന്നാലും നിങ്ങൾ LTP അറ്റൻഡ് ചെയ്യണം, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. ഇത് തൊട്ടടുത്ത ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തരുണ്ടാവും, ശൈലേഷ് സാറും ഒക്കെ വേറെ എന്ത് ചെയ്യുന്നുണ്ടാവും, ട്രെയിനിങ്ങുകൾ, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടാവും. പിന്നെ RRR ട്രെയിനിങ് വെക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും പങ്കെടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് 100% പ്രൂവൺ, 100% പ്രൂവൺ സക്സസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ. 100%. ഇനിതാ ആഴ്ച വരുമാനം, ദിവസ വരുമാനം ഉണ്ട് ഇവിടെ, ആഴ്ച വരുമാനം ഉണ്ട്, മന്ത്ലി ഇൻകം, പെർഫോമൻസ് ബോണസും ലോയൽറ്റി ബോണസും ഉണ്ട്. പിന്നെ കൂടാതെ ഓരോ റാങ്ക് ഇപ്പൊ LTC മുതൽ അങ്ങോട്ട് മേലോട്ട് പല ഓവർ റൈഡിങ് ഡയമണ്ട്സിന് ഒക്കെ എത്തുമ്പോഴേക്ക് 12, 13, 12 തരം വരുമാനം ഉണ്ടായിരുന്നു. 13ാമത്തെ വരുമാനം വന്നിപ്പോ എന്താണ്, ഒരു കമ്പനി വെച്ചു. ZTC മുതൽ ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി, ZTC മുതൽ NTC റാങ്ക് വരെ നിങ്ങൾ മിനിമം ZTC ഒരു 2000 രൂപ ഒരാഴ്ച വരുമാനം വാങ്ങിയാൽ മതി. ZTCക്ക് അതിലും കൂടുതൽ വരുമാനം ഉണ്ടാവും, ഇപ്പോൾ മിക്കവാറും ഉണ്ടാവും. 2000 രൂപ വരുമാനം വാങ്ങിയാൽ 56 ആഴ്ചയും നിങ്ങൾ മിനിമം 30 ആഴ്ച വാങ്ങിയാൽ മതി. 56 ആഴ്ചയും വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ 25% വരും. മിനിമം 45 ആഴ്ച നിങ്ങൾ 2000 കുറയാണ്ട് വാങ്ങിയാൽ 56 ആഴ്ചയും നിങ്ങൾ എത്രയാണോ വരുമാനം വാങ്ങുന്നത് അതിന്റെ 35% കമ്പനി വരുമാനം തരും. 30% കമ്പനി ഒറ്റ ചെക്കായിട്ട് അയച്ചു തരും. ഇവിടെ ഇപ്പൊ 10,000 20,000 കിട്ടി അന്നേരം 1 ലക്ഷം റുപ്യ അല്ലെ 90,000 റുപ്യൊക്കെ ഒന്നിച്ച് കിട്ടുകയാണെങ്കിൽ എന്താ സുഖം? ഒരു പവൻ വാങ്ങിക്കൂടെ ശ്രീരാമേടോ? ഒരു പവൻ വാങ്ങിക്കൂടെ? അങ്ങനെ പറ്റൂ. ഒരു നമ്മൾ അറിയാതെ ഒരു പൈസ അപ്പൊ കമ്പനി ശരിക്കും നമ്മളെ പേരിൽ ഒരു കുറി തുടങ്ങേണ്ട അതിൽ, ഒരു കൊല്ലത്തേക്കുള്ള കുറി തുടങ്ങേണ്ട അതിൽ ZTC ഉള്ള ആൾക്കാർക്ക് ഒരു കൊല്ലം കൂടുമ്പോൾ ഒരു വലിയൊരു പൈസ കൂടി കിട്ടാണ്ട്. അത്രയും വാരിക്കോരി തരുന്ന ഒരു കമ്പനിയിലാണ് നമ്മളൊക്കെ എത്തിപ്പെട്ടത്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ ഒരു അവസരം നമ്മൾ തന്നെ കെട്ടിപ്പൊട്ടി നിൽക്കല്ല വേണ്ടത്, കൂടുതൽ ആളുകളിലേക്ക് കുത്തിക്കുക. കൂടുതൽ ആളുകളിലേക്ക്, എത്ര ആളുകളിലേക്ക് എത്തിയോ നമ്മളാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ടീമിലുള്ള ആളുകൾക്ക് എത്ര ആളുകളെ കൂട്ടി പിടിച്ചു കൊടുക്കാൻ പറ്റുന്നോ അതിനനുസരിച്ച് നമ്മൾ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരാൻ പറ്റിയ സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നത്.